What's your name, bro? What's your details, name? ഇപ്പോൾ ഇതാണ് നമ്മുടെ ഊളനായ ശ്രീനാഥ് ബാസി. ഞാൻ ഊളെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവൻ്റെ പ്രവർത്തികൾ, ഇവൻ്റെ പരിപാടികളൊക്കെ. ഇവനെ അമ്മ അസോസിയേഷൻ തന്നെ ഇവനെ ബാൻ ചെയ്താണ്. ഇവനെ മറ്റേ ഷെയ്ൻ നിഗാമിനെ കുറച്ച് ദിവസം ബാൻ ചെയ്തൊക്കെയാണ്. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ പുള്ളി അയർലൻഡിൽ പോയിട്ടുണ്ട്. അയർലൻഡിൽ എന്തോ ചുമ്മാ ഷോയിന് പോയിട്ട് ആകെ ഷോ ഓഫായി പോയി. ഓവർ കോൺഫിഡൻസ് കാരണം അവിടെ നാണം കെട്ട് ഉള്ള ആൾക്കാർ മൊത്തം കുണ്ണെ പോയി ഇതെന്നൊക്കെ ഇവനെ വിളിച്ച് അഭിഷേകം ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ കയ്യിൽ മൈക്ക് ഉള്ളതുകൊണ്ട് പുള്ളി അവിടെ കിടന്ന് ഭയങ്കര ഷോ ആയിരുന്നു. ജാട എന്ന പാട്ടാണ്. അപ്പോൾ ജാട എന്ന പാട്ട് ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ ജാടയാണ്. ജാട എന്ന് പറയുമ്പോൾ ചില്ലറ ജാടയൊന്നുമല്ല. ഇവൻ്റെ ജാടയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ വിളിക്കുന്ന തെറിയൊക്കെ ഞാൻ അതൊക്കെ കേൾപ്പിച്ചേരാ. എന്ത് ജന്മമൊക്കെയാണെന്ന്. ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർ ചില അങ്ങനെയൊക്കെ കാണിച്ചു തന്നിരിക്കും. അതിപ്പോൾ നിന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള കോംപ്ലക്സ് ഉണ്ടല്ലോ, അതാദ്യം മാറ്റടാ പോയിട്ട്. അർഹതപ്പെടാത്ത സംഭവങ്ങൾ ജീവിതത്തിൽ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതിനുള്ള എക്സാമ്പിളാണ് നീ. Does anybody know him? Nobody knows him. Even in trying to be on the same level, you're like, okay, sorry. Much love. I am downloading the live show. You can enjoy it again. You can tell like, calm down. That really affected me. Just to let you know. Okay, that's so cool, bro. If you're here, this and all that. Go do that at your house and shit. Priority. Get on my head. What you want, my head? Yeah, let's go. Yeah, പാട്ടൊന്നും പറഞ്ഞായി. പക്ഷെ അവനിപ്പോ ഏതുപോലെ പറയുന്നപ്പോ അലക്സേട്ടാ താണ്ടിക്കല് വിസയുടെ എടുത്തവനല്ലേ. എല്ലാരും പോലെ 10 പൈസ പണിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. Fucking so what do you want 3 bitches to fucking like you, idiot? Go fuck yourself. ഈ പരിപാടിക്ക് 2-3 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് തെണ്ടുന്നുണ്ടായിരുന്നു. എൻ്റെ പരിപാടിക്ക് വരണേ, ശ്രീനാഥ് ബാസി, ഐ വിൽ ബി കമ്മിങ് ദെയർ, ഐ വിൽ ബി പെർഫോമിങ്, ലെറ്റ്സ് ഹാവ് സം ഫൺ ആൻഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെയാണ് വരുന്ന ആൾക്കാരോട് ഇങ്ങനെ പെരുമാറുന്നത്. ഊള. Srinath Basi, so I really hope you guys will show up Matanal in Button Factory. So let's all have a lot of good music and a lot of fun and a lot of dancing and a lot of partying. So ellarum varanam. I'll see you guys Matanal. Yep. ചുമ്മാ അല്ല, നമ്മുടെ നാട്ടിൽ ഈ അയർലൻഡോ അല്ലെങ്കിൽ സ്കോട്ട്ലൻഡോ ഇംഗ്ലണ്ടോ അവിടുത്തെ പോലത്തെ ഒരു സിസ്റ്റം ആക്കാത്തത്, ഇങ്ങനെ ഫ്രീ ആയിട്ട് ഡ്രിങ്ക്സ് എല്ലാ കടകളിലും വിൽക്കുന്നതും കാര്യങ്ങളൊക്കെ വെക്കാത്തത് ഇതുപോലത്തെ മൈരന്മാർ കാരണമാണ്. ഇതുപോലത്തെ മൈലുകൾ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ടാണ്, ഇതുപോലത്തെ ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാട് ഇപ്പോഴും ഒരു തേർഡ് വേൾഡ് കൺട്രിയിൽ നിന്ന് ഈ ഇംഗ്ലീഷുകാരൊക്കെ വിളിച്ച് കളിയാക്കുന്നത്. അതുകൊണ്ടാണ്. കാരണം മറ്റേ ടാസ്മാക്ക് തമിഴ്നാട്ടിൽ, പിന്നെ കേരളത്തിൽ KSBC, ഇങ്ങനത്തെ ആ ഒരു ഔട്ട്ലെറ്റിൽ മാത്രമേ കള്ള് കിട്ടുള്ളൂ. മറ്റേ കള്ളിനുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇതുപോലത്തെ തെണ്ടികൾ കാരണമാണ്. ഇവനൊക്കെ ഇത് കള്ള് എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് കിടന്ന് മറിയാണ് അതിലോട്ട്. എന്നിട്ട് പച്ചയായ ജാട അവൻ്റെ ആ പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് കുറേ പിള്ളേർ ഇങ്ങനെ ആ പാട്ട് ഏറ്റുപാടുന്നുണ്ട്. ഉടനെ ഇവിടുന്ന് പറയണം, എടാ നിർത്തറ താളി, നിർത്തറ മൈര, നിർത്തറ. എന്നിട്ട് അവന്മാരും തെറി വിളിക്കാൻ. സത്യം പറഞ്ഞാൽ മഞ്ഞമ്മൽ ബോയ്സ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. പക്ഷേ എനിക്ക് ആ പടം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒറ്റ കാര്യമുള്ളൂ, ഈ തെണ്ടി ഇവൻ എന്തിനാണ് ആ റോൾ കൊടുത്തതെന്നാണ് എനിക്ക് ആദ്യം മുതലേ ആ ചോദ്യം ഉണ്ടായിരുന്നത്. ഇവനെ കുറേ ആൾക്കാർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഈ റോള് തരുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭവ്യ, ഇങ്ങനെ പുച്ഛടക്കി ഇങ്ങനെയൊക്കെ പോയിട്ട് അവരുടെ കാലി വീഴുന്നേ. അമ്മാരി ക്യാരക്ടറാണ്. പണ്ട് RJ ആയിരുന്നു, വണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ കാരണം ഈ DJ RJ ആ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു നാണക്കേടാണ്. ഈ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. എന്ത് ജന്മമൊക്കെയാണെന്ന് ഇവനൊക്കെ. അയ്യോ ആൾക്കാർ വരുന്ന കണ്ടു കഴിയുമ്പോൾ മറ്റേ ഭയങ്കര സംഭവമാണെന്നാണ് എൻ്റെ വിചാരം. നീ ഒരു പുല്ലും അല്ലടാ മൈരെ, നീ ഒരു പുല്ലും അല്ല. കുറേ ആൾക്കാരെ വന്ന് തെറി വിളിക്കാന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു നാണക്കേടാണ്. അത് അയർലൻഡിൽ പോയിട്ട് അയർലൻഡിൽ പോയാലും സ്കോട്ട്ലൻഡിൽ പോയാലും എവിടെ പോയാലും ഇവൻ്റെ തെണ്ടി സ്വഭാവം പുറത്ത് വരാതെ ഇരിക്കില്ലല്ലോ. ഇവൻ്റെ മറ്റേ ജന്മസ്വഭാവം എന്ന് പറയുന്ന സാധനം അതങ്ങനെ ഉണ്ടാവുള്ളൂ. എന്ത് കണ്ടാൽ വളർന്നതെന്ന് വെച്ചാൽ അതല്ലേ വരുള്ളൂ ജീവിതത്തിൽ. എന്നാൽ കുഞ്ചാക്കോ ബോബനെ ഇവനെ ഇഷ്ടമാണ്. സൗബിൻ ജായറിനെ പറഞ്ഞാൽ മതിയല്ലോ. മറ്റേ മഞ്ജുമൽ ബോയ്സിൽ മറ്റേ ചിദംബരവും സൗബിൻ ജായറുമാണ് ഇവനെ പുഷ് ചെയ്ത് ഇവനെ ആ റോളിൽ കയറ്റിയെന്നാണ് പറയുന്നത്. ഇവനെ എന്തിനാണ് ആ റോളിൽ കയറ്റിയത്? ശരി, ഇവനെ കയറ്റിയാൽ ആ മറ്റേ ഇതിൽ പോയല്ലോ, ആ പൊത്തിൽ തന്നെ വിട്ടാൽ മതിയായിരുന്നു ഇവനെ.
അമ്മാതിരി ഒരു ക്യാരക്ടറാണ്. റിയൽ ലൈഫിൽ കുറച്ച് ദിവസം മുമ്പേ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിൽ ഹൈദരാലി എന്ന് പറയുന്ന പ്രായമായ മനുഷ്യനാണ് പുള്ളിയെ മറ്റേ മൂവി വേൾഡ് എന്നൊക്കെ ഉള്ള ചാനലിൽ പുള്ളിയെ ഇവനും മറ്റേ ഷൈൻ ടോമായിരുന്നു. ഷൈൻ ടോമും ഇവനും കൂടെ ഇങ്ങനെ വരിക. അതിൽ ഇവനാണ് ഏറ്റവും കൂടുതൽ. ഇവൻ പറയുന്നതെന്ന് വെച്ചാൽ ചേട്ടൻ കുറേ തിന്നതല്ലേ, കുറേ തിന്നോ പോപ്പോ. അതായത് ഇവനൊക്കെ കാരണമാണ്, ഇവൻ്റെയൊക്കെ ഇത് കാരണമാണ് മറ്റേ ഹൈദരാലി പോലത്തെ യൂട്യൂബേഴ്സൊക്കെ ജീവിക്കുന്നതെന്ന്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവനെ തെറി വിളിക്കാനാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത്. അല്ലാതെ ഇവൻ കാരണം ഒരു റവന്യൂ വരണമെന്നല്ല. എനിക്ക് റവന്യൂ ഒന്നും അങ്ങനെ കിട്ടാറില്ല. എൻ്റെ ചാനൽ വളരെ ചെറുതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി റവന്യൂ കിട്ടുകയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരുത്തന്നെ തെറി വിളിച്ചിട്ടാണല്ലോ റവന്യൂ കിട്ടുന്നത് എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്ത് ജന്മമാണ് ഇവനൊക്കെ. ഇവനെയൊക്കെ ബാൻ ചെയ്തൂടെ ആ അമ്മയ്ക്ക്? ഇവർ കുറേ ടാലൻ്റുള്ള ആൾക്കാർ വെളിയിൽ ഇങ്ങനെ വെറുതെ നടക്കുക. അപ്പോൾ ഈ ലോബിയും കാരണമാണ് നമ്മുടെ മലയാള സിനിമ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിനിമ മൊത്തത്തിൽ സിനിമ ഇൻഡസ്ട്രി ഒരു അഴുക്കുചാലെന്ന് പറയാൻ കാരണം ഇതുപോലത്തെ ആൾക്കാരാണ്. ഇതുപോലത്തെ ആൾക്കാരുടെ ലോബിയും കാരണം ഒരുപാട് പുതിയ ആൾക്കാർ. ഇവൻ ആദ്യം പറയുന്നുണ്ട് മറ്റേ ആ തെറി വിളിച്ച ഒരു പയ്യനെ, ഇവൻ തെറി വിളിച്ച ആ പയ്യനെ അവൻ എന്തോ വാങ്ങിയും കാണിച്ചു, ഇങ്ങനെ മിഡിൽ ഫിംഗർ കാണിച്ചെന്നാണ് തോന്നുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവൻ പറഞ്ഞത് യു ആർ ഡ്രാഗിങ് മീ ടു, നീ എന്നെ നിൻ്റെ ലെവലിലേക്ക് ഡ്രാഗ് ചെയ്യാണോ നീ. അതായത് ഇവൻ ഭയങ്കര സംഭവം, മനസ്സിലായല്ലോ. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. ഇപ്പോൾ ഇവൻ അഭിനയിക്കുന്ന സിനിമയിൽ തന്നെ ആൾക്കാർ ഇത് ചെയ്യണോ, ബോയ്ക്കോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കത്തില്ല. നമ്മുടെ ആൾക്കാർ അങ്ങനെ ഒരു ഐക്യമൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ. എന്ത് പറയാനാ, ഇനി ഫ്യൂച്ചറിലെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പക്ഷേ ഇവനെതിരെ ഇവന് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇവനെ വെറുതെ ഒന്നും പോകത്തില്ല. ഇതുപോലത്തെ ആറ്റിറ്റ്യൂഡിന് എന്തുമാത്രം ശത്രുക്കളെയാണ് ഉണ്ടാക്കുന്നത്. എന്തിനാ ഇങ്ങനെ ഒരു ജന്മം?